കോഴിക്കോട് താമരശ്ശേരിയിൽ വയോധികയെ ആക്രമിച്ച് വീട്ടിൽ നിന്നും 7 പവന് സ്വർണവും 1 ലക്ഷം രൂപയും കവർന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന വത്സല എന്ന വയോധികയാണ് തള്ളിയിട്ട ശേഷം സ്വർണവും പണവും കവർന്നിരിക്കുന്നത്. വേണ്ടിയിട്ട് ബാത്റൂം പോകാൻ വന്നതാണ്. പോയി വരുമ്പോൾ കറണ്ട് പോയി അത് ഓഫാക്കുമ്പോൾ ഒരാളിങ്ങോട്ട് കയറി വരുന്നതാണ്. കയറി വരും, അയാൾ എൻ്റെ വായ പൊത്തി പിടിച്ചതാണ്. പിന്നെ അയാൾ എന്നെ വലിച്ച് അങ്ങോട്ട് എന്നെ കൊണ്ടുപോവുകയും പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റാതെ ഞാൻ ഇരുന്ന് പോവുകയും ചെയ്ത. പാസർ അയാൾ എന്നെ കാലുമെന്ന് പൊട്ടിച്ചതാണ്. ഞാൻ നിലത്തിരുന്ന് പോയപ്പോൾ അയാൾ തന്നെ പൊട്ടിച്ചെടുത്തോ. ബാക്കിയുള്ളതൊക്കെ അറിയുന്നത് മുമ്പ് വന്നതിന് ശേഷമാണ്. 7 പവൻ സ്വർണവും 1 ലക്ഷം രൂപയുമാണ് കവർച്ച നടത്തിയിരിക്കുന്നത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട്. ഇംതിയാസ്, വയോധികയാണ്, അവരെ ആക്രമിച്ച ശേഷമാണ് ഈ കവർച്ച നടന്നതെന്നാണ് മനസ്സിലാകുന്നത്. ആരാണ് ഈ കള്ളൻ? മോഷ്ടാവെന്നതിൽ എന്തെങ്കിലും ഒരു സൂചന പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? എപ്പോഴാണ് ഈ മോഷണം നടന്നത്? അക്ഷയ, മോഷ്ടാവിന് വേണ്ടിയുള്ള അന്വേഷണം താമരശ്ശേരി പോലീസ് ഊർജിതമായി നടത്തിവരികയാണ്. ചില സൂചനകളൊക്കെ താമരശ്ശേരി പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരിയിലെ ഈ വത്സല എന്ന വയോധികയുടെ വീട്ടിൽ ഇങ്ങനെയൊരു മോഷണം നടക്കുന്നത്. അതായത് ഈ മോഷ്ടാവ് വീടിനകത്തേക്ക്, ശുചിമുറിയുടെ ഭാഗം വഴി വീടിനകത്തേക്ക് കയറുകയും കിടപ്പുമുറിയിലേക്ക് പോവുകയും ചെയ്തു. അതിനിടയ്ക്ക് വീട്ടിലുള്ള മെയിൻ സ്വിച്ച് ഓഫാക്കിയതോടുകൂടി വത്സലയും ആകെ പരിഭ്രാന്തയാവുകയായിരുന്നു. പേടിച്ച് നിലവിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ അതേ തക്കം നോക്കി തന്നെ കിടപ്പുമുറിയിലെത്തി ഈ മോഷ്ടാവ് വത്സലയെ തള്ളിയിട്ടതിന് ശേഷം കാലിലുള്ള പാദസരമാണ് ആദ്യം കൈക്കലാക്കിയത്. പിന്നീട് അലമര കുത്തി തുറന്ന് അലമരയിലുണ്ടായിരുന്ന വള, 3 വളകൾ, 2 മോതിരം, 1 ലക്ഷം രൂപ എന്നിവയാണ് കവർന്നത്. ഏകദേശം 7 പവനോളം സ്വർണം കവർന്നിട്ടുണ്ട്. 1 ലക്ഷം രൂപയുമാണ് കവർന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് മോഷ്ടാവ് അവിടെ നിന്ന് ഓടിക്കളയുകയും ചെയ്തു. പിന്നീട് വത്സല തന്നെയാണ് ബന്ധുക്കളെയൊക്കെ ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചത്. ബന്ധുക്കളൊക്കെ എത്തി ചുറ്റുപാടും തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. എന്നാൽ ഈ വത്സല താമസിക്കുന്ന വീടിന് ചുറ്റുമൊന്നും മറ്റു വീടുകളില്ലതാനും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലവും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീടുമാണിത്. എന്തായാലും ബന്ധുക്കളൊന്നും ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല. അത് പ്രദേശമാകെയും ഒറ്റപ്പെട്ടെടുത്താണ് വീടുള്ളത്. മറ്റാരെയും ആ സമയത്തിന് ഓടിയെത്താൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ മോഷ്ടാവിനായിട്ട് പോലീസ് സജീവമായിട്ടുള്ള അന്വേഷണം ഊർജിതമായി തന്നെ നടത്തുന്നു എന്നുള്ള വിവരമാണ് ഇംതിയാസ് നൽകിയത്.